ഷൈലാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പഴമയുടെ ഒരു രുചിയാണ്. എന്താണെന്നോ? ഇടിച്ചക്ക തോരൻ. ഇടിച്ചക്ക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. കാരണം ഇത് പിഞ്ചു ചക്ക, നമ്മൾ ചക്ക മൂക്കുന്നതിന് മുമ്പുള്ള ആ ഒരു സ്റ്റേജിനാണ് ഇടിച്ചക്ക എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാനിത് നാട്ടിൽ വെച്ച് കഴിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ വീട്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ ചക്ക ഉണ്ടായിരുന്നു. നമ്മൾ പല വിധത്തിൽ ചക്ക ഉണ്ടാക്കിയിട്ടുമുണ്ട്. പക്ഷേ ഇങ്ങനെ ഇടിച്ചക്ക തോരൻ ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഇടിച്ചക്ക ഇരിക്കുന്നത് കണ്ടു. അത് ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു തോരനാണ്. നോക്കിയാലോ എങ്ങനെയാണ് ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കുന്നതെന്ന്. ഇതാണ് കേട്ടോ നമ്മുടെ ഇടിച്ചക്ക എന്ന് പറയുന്നത്. ഞാനിത് ആദ്യം കണ്ടപ്പോൾ ഓർത്തത് കടച്ചക്കയാണെന്നാണ്. പക്ഷേ അതിൻ്റെ മുള്ളിന് വ്യത്യാസമുണ്ട്. കടച്ചക്കയുടെ മുള്ള് കുറച്ചുകൂടെ ഫ്ലാറ്റ് ആയിരിക്കും, പക്ഷേ ഇതിൻ്റെ മുള്ള് കുറച്ചുകൂടെ ഷാർപ്പാണ്. ആദ്യം തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എൻ്റെ കയ്യിലും കത്തിയിലും ഒക്കെ ഒന്ന് തൂക്കുന്നുണ്ട്. ഇതിനകത്ത് ഈ ചക്കയിറക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കയ്യിൽ പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. പക്ഷേ കട്ട് ചെയ്തപ്പോൾ ഇതിനകത്ത് അരക്കൊന്നും ഇല്ലായിരുന്നു. നമുക്കിതിൻ്റെ ഈ സൈഡ് ആദ്യം ഒന്ന് കട്ട് ചെയ്യാം. ഇത് കണ്ടോ, നല്ല പച്ചയാണ് കേട്ടോ. ഇനി നമുക്കതിൻ്റെ ആ മുള്ളൊക്കെ വളരെ തിന്നായിട്ടൊന്ന് ചെത്തിക്കളയണം. ഞാനിത് കട്ട് ചെയ്തപ്പോൾ ഇത്രയും തന്നെ കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ചുകൂടെ തിന്നായിട്ട് നമ്മളിത് കട്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാം ഇതിൻ്റെ മുള്ളെല്ലാം തന്നെ ചെത്തിക്കളഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് പീസാക്കി മുറിക്കണം. ഇത് കണ്ടോ, ഇതിനൊരു ചെറിയ ഒരു സൈസാണ് ഞാനിത് വാങ്ങിച്ചത്. ഇനി നടുവേ നമുക്കൊന്ന് മുറിക്കാം. ഇതിൻ്റെ ഒന്നും തന്നെ നമുക്ക് കളയാനില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. എല്ലാം ഈ കുരുവൊക്കെ വളരെ സോഫ്റ്റാണ്. ഇനി നമ്മളത് കട്ട് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് മുറിച്ചെടുക്കണം. അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ കൂഞ്ഞിൽ അതിങ്ങനെ കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് ഒരു ചെറുതായിട്ടൊന്ന് കളഞ്ഞു. അതിനുശേഷം ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് കുറച്ച് വെള്ളത്തിനകത്തേക്ക് ഇട്ട് വെക്കണം. അതിനുശേഷം നമ്മൾ കഴുകിയെടുത്ത് ഇതൊന്ന് വേവിക്കണം. ഇത് കണ്ടോ, ഈ ഒരു സൈസിൽ നമ്മൾ കട്ട് ചെയ്താൽ മതി. അത് ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം ആ മുഴുവൻ ചക്ക അതുപോലെ കട്ട് ചെയ്ത് വെള്ളത്തിനകത്ത് ഇട്ടിട്ടുണ്ട്. നമ്മളിതൊന്ന് കഴുകി വാരി ഇതൊന്ന് വേവിക്കണം. ഇപ്പോൾ 1-2 പ്രാവശ്യം ഒന്ന് കഴുകിയതിന് ശേഷം ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം കൂടെ അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം 1 കപ്പ് വെള്ളമാണ് ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചത്. അതുകൂടെ ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിത് സാധാരണ സ്റ്റവിൽ വെച്ചാണ് വേവിച്ചത്. ഇത് കുക്കറിൽ വേണമെങ്കിൽ വേവിക്കാം. പക്ഷേ 1 വിസിലോ അല്ലെങ്കിൽ 2 വിസിലോ ആകുമ്പോഴത്തേനും അത് ഓഫ് ചെയ്യണം. ഇല്ലെങ്കിൽ അത് ചതയ്ക്കുമ്പോൾ വളരെയധികം കുഴഞ്ഞു പോകും. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനത് ആറിയതിന് ശേഷം ഇതൊന്ന് ചതച്ചെടുക്കണം. ഒന്നുകിൽ നമുക്ക് ഇടികല്ലുണ്ടല്ലോ അതിനകത്ത് വെച്ച് ചതച്ചെടുക്കാം. ഇല്ലെങ്കിൽ ഒന്ന് ഫുഡ് പ്രോസസ്സറിയിലിട്ട് ഒന്ന് കറക്കിയെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ തിന്നായിട്ട് നമുക്കിങ്ങനെ പീസസ് ആയിട്ട് കിട്ടും. അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനുള്ള അരപ്പിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഒരു 1.5 കപ്പ് തേങ്ങ, ഒരു 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, ഇത്രയും നമുക്കൊന്ന് ഒതുക്കിയെടുക്കണം. അരച്ചെടുക്കരുത്, ചെറുതായിട്ടിങ്ങനെ ഒതുക്കി ഇതുപോലെ ഇരുന്നാൽ മതി. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. കുറച്ച് കടുക് പൊട്ടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, പിന്നെ ഉള്ളത് 1 ടീസ്പൂൺ കടുക്, പിന്നെ കുറച്ച് ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്. ഇത്രയുമാണ് നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു പാനിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴാണ് നമ്മൾ ഉഴുന്നിടുന്നത്. ഈ ഉഴുന്നിടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ കറിക്ക്. അതിനുവേണ്ടിയാണ് ഉഴുന്നിടുന്നത്. അതിങ്ങനെ ചെറുതായിട്ടങ്ങ് ചുവന്ന് വരും. അപ്പോൾ അത് റെഡിയാവും. ആ സമയത്ത് നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസോടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ അതിനകത്തേക്ക് ചെറിയ ഉള്ളിയും പിന്നെ ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇത് ചെറുതായിട്ട് ഉള്ളിയൊക്കെ കണ്ടോ, ഇത് ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ അതിനകത്തേക്ക് അങ്ങോട്ട് ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ ചെറുതായിട്ട് ചതച്ച് വെച്ചിരുന്ന ചക്കയുണ്ടല്ലോ, ഇടിച്ചക്ക, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് തേങ്ങായും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ആ അരപ്പോടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് അതിനകത്തേക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ ചക്ക വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ അരപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ടാൽ മതി ഈ സമയത്ത്. അതോടെ ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് കുറച്ചൊന്ന് വേവിക്കണം. ഇത് ഓൾറെഡി വെന്തതാണ്. നന്നായിട്ടൊരു ആവി വന്നാൽ മതി. അപ്പോൾ ഇത് റെഡി ആയിക്കോളും. നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കാം. അതിന് ശേഷം കുറച്ച് ആവി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് കണ്ടോ, ഇപ്പോൾ ഇത് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അത്രയും ചെയ്താൽ മതി. ഇത് കണ്ടോ, ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ കറിവേപ്പില അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കതൊന്ന് സെർവ് ചെയ്താൽ മതി. എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ വാഴയില വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വാഴയിലയിലേക്ക് ഇടുമ്പോൾ ഒരു പ്രത്യേക രസമുണ്ടല്ലോ. അതുകൊണ്ട് ഞാനിതിനകത്തേക്ക് സെർവ് ചെയ്യുകയാണ്. നമുക്കിത് മുഴുവൻ തന്നെ ഇതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ഒരു ഉഗ്രൻ തോരനാണ് കേട്ടോ. ഒരു സ്പൂൺ എടുത്ത് നമുക്ക് കുറച്ചങ്ങ് എടുത്ത് കഴിച്ചാലോ. നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ എങ്ങനെയാണ് ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കുന്നതെന്ന്. നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് ഇതിന്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ ഫോർ നൗ.